ആടാ മക്കളെ, വെൽക്കം ബാക്ക്. അപ്പം മുമ്പത്തെ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടില്ലേ അല്ലേ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നല്ലതാണ്, നല്ല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ്റെ റിപ്പീറ്റേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. എത്ര കൊല്ലം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ പോലും റിപ്പീറ്റ് ചെയ്തായിട്ട് അങ്ങനെ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ റിപ്പീറ്റേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ആകെ ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻസിന്റെ കൺസെപ്റ്റിന്റെ ക്ലാരിറ്റി ഉണ്ടാക്കാനുള്ളതാണ്. ഓക്കെ, അതുപോലെ ഇതൊക്കെ കാണുമ്പോൾ പേടിക്കൊന്നും ചെയ്യരുത്. ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. മാഷന്മാരെ ക്ലാസ്സൊക്കെ കേൾക്കുക, നമ്മുടെ വെബ്സൈറ്റിനൊക്കെ പരമാവധി യൂസ് ചെയ്യുക. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ക്ലാസ്സുകളായിട്ട്, മോക്ക് ടെസ്റ്റുകളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എത്ര 2018 ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും പോസിബിലിറ്റീസ് ഒന്നും നമുക്ക് കുറച്ചും കൂടെ ടു ദ പോയിന്റ് പറയാൻ പഠിക്കണം. എന്നാലും വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം പറയാം. An iron ring of radius 2.1 meter is to be fitted on top of rim of wheel of radius 2.121 meter. ഈ ഇരുമ്പ് ചക്രത്തിന്റെ ചക്രത്തിന്റെ 2.1 coefficient of volume expansion is given by approximately how much should the temperature of the iron ring be increased so that it fits the rim of the wheel. ഇതാണ് ചോദ്യം. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളെ ഈ കാളവണ്ടീന്റെ ഒക്കെ ചക്രത്തിന് ഇരുമ്പിന്റെ ലൈനിങ് ഇടും പുറത്ത്. അതെന്തിനാ വെച്ചാൽ ഈ റോഡുമ്മ കൂടിയൊക്കെ മരത്തിന്റെ ചക്രം ഉരുണ്ടു പോകുമ്പോ തേഞ്ഞു പോകാണ്ടിരിക്കാനാണ്. അത് നിങ്ങള് കേരളത്തിൽ കാളവണ്ടി ഒന്നുമില്ല, തമിഴ്നാട്ടിലൊക്കെ പോയാൽ കാണാം. കുതിരവണ്ടീന്റെ ഒക്കെ ഉണ്ടാവും. അത് പോകുമ്പോൾ തന്നെ ഒച്ച ഉണ്ടാവും, ഗിരി മെറ്റല് ടാറുമ്മൽ ഉരുളുന്ന ഒച്ച ഉണ്ടാവും. അവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ ടാറിന്റെ മേലെ ഈ സാധനം വെച്ചിട്ട് കയറ്റുന്ന കാര്യമാണ് ഈ ഇരുമ്പിന്റെ ചക്രം. ഇതാണ് ചക്രം. അപ്പൊ ഈ ചക്രത്തിന്റെ റേഡിയസിലേക്ക് അതിനേക്കാളും റേഡിയസ് കുറഞ്ഞ ഒരു സാധനത്തിനെ ചൂടാക്കിയിട്ട് കയറ്റി വെക്കുക, എന്നിട്ട് വെള്ളത്തിലിട്ട് തണുപ്പിക്കുക. അന്നേരം ചുരുങ്ങും. ചൂടാക്കി കയറ്റി വെക്കുക, എന്നിട്ട് വെള്ളത്തിലിട്ട് തണുപ്പിക്കുമ്പോൾ ചുരുങ്ങും. അന്നേരം ഫിറ്റായിട്ട് അവിടെ നിൽക്കും. എന്നിട്ട് സൈഡൊക്കെ സെറ്റാക്കി ചക്രം. ഇതാണ് പരിപാടി. ആക്ച്വലി അങ്ങനെയാണ് മെറ്റൽ അയമൽ ഇങ്ങനെ പൊട്ടിച്ച് നിൽക്കുന്നത്. അപ്പൊ അവിടെ റേഡിയസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡെൽറ്റ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീലിന്റെ റേഡിയസിലേക്ക് അയൺ റിംഗിന്റെ റേഡിയസിനെ കൂട്ടണം. അപ്പൊ ചേഞ്ച് എത്രയാ? 2.121 മൈനസ് 2.1. സോ 120. സോ 0.021 ആണ് ഡെൽറ്റ ആർ. അതാണ് ഡെൽറ്റ എൽ. അത്രയും നീളാണ്, ലെങ്ത് വേരിയേഷൻ ആണ് നടത്തിയത്. നമ്മൾ എന്താ പഠിച്ചത്? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി. ആ ഡെൽറ്റ എൽ എത്രയാ? 0.021. ഇനീഷ്യൽ ലെങ്ത് എത്രയാ? 2.1 മീറ്റർ. ആൽഫ ഇവിടെ ഒരു കളിയുണ്ട് കേട്ടോ. ആൽഫ തന്നിട്ടില്ല. ആൽഫ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഗാമയാണ്, വോളിയം എക്സ്പാൻസിവിറ്റിയാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? 3.6 ഇൻറ്റു 10⁻⁵/3 ചെയ്യണം. കാര്യം ആൽഫ എന്ന് പറഞ്ഞാൽ γ/3 ആണ്. വോളിയം എക്സ്പാൻസിവിറ്റി ഇതിന്റെ 1/3 ലീനിയർ എക്സ്പാൻസിവിറ്റി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പൊ ഇവിടുന്ന് ഡെൽറ്റ ടി കണ്ടുപിടിക്കണം. ഡെൽറ്റ ടി കണ്ടുപിടിച്ചാൽ that is 3 into 0.021 divided by 2.1 into 3.6 into 10⁻⁵ എന്നൊക്കെ വരും. ഞാനിത് ചെയ്തു നോക്കിയിട്ടുണ്ട്.
ഞാനിത് ചെയ്തു നോക്കിയിട്ടുണ്ട്. ഡെൽറ്റ ടി കിട്ടിയത് 833 എന്നാണ്. 833 ഡിഗ്രി സെൽഷ്യസ്. ഡെൽറ്റ ടി ഡിഗ്രി സെൽഷ്യസിൽ പറഞ്ഞാലും കെൽവിനിൽ പറഞ്ഞാലൊക്കെ ഒരുപോലെ കേട്ടാ. കാരണം ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലും കെൽവിനിലും ഒക്കെ സെയിം ആണ്. സോ മൈ ആൻസർ ഈസ് ബി. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി that the radioactive nucleus will not have decayed after time equal to twice the half-life? 2 ഹാഫ് ലൈഫിന് ശേഷം നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താ അറിയാം? എന്ന് വെച്ചാല് ആകെ ഒറ്റ കാര്യത്തിന് മാത്രമേ റേഡിയോ ആക്ടിവിറ്റിയിൽ പ്രോബബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. റേറ്റ് ഓഫ് റേഡിയേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് അൺഡീക്കേഡ് ന്യൂക്ലിയായി. വേറെ ഒന്നിനില്ല. സ്ഥലമില്ല, സമയമില്ല, ടെമ്പറേച്ചർ ഇല്ല, ലോകത്തെ വേറൊരു സാധനത്തിന് അത് ഡിപ്പെൻഡ് ചെയ്യില്ല. ഞാൻ അങ്ങനെ നാടകീയമായി പറഞ്ഞ എന്തിനാന്നറിയാ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നമ്പർ ഓഫ് അൺഡീക്കേഡ്. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നമ്പർ ഓഫ് അൺഡീക്കേഡ്. അപ്പം 2 ഹാഫ് ലൈഫിന് ശേഷമുള്ള കാര്യം, N0 നമ്പർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു ഹാഫ് ലൈഫിന് ശേഷം എത്രയാവും? N0/2 ആവും. ബാക്കി അപ്പൊ ഡീക്കേഡ് ഒരു ഹാഫ് ലൈഫും കൂടെ കഴിയുമ്പോൾ അതിന്റെ പാതിയാവും, N0/4. എന്ത് ബാക്കി? അൺഡീക്കേഡ് ആയിട്ട് ബാക്കി. ഈ അൺഡീക്കേഡിനെ മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, പ്രോബബിലിറ്റി ഓഫ് ഡീക്കേ. അപ്പൊ എത്ര ശതമാനം ബാക്കി? 1/4 എന്ന് പറഞ്ഞാൽ 25% ബാക്കി. 25% റിമൈൻ. സോ ആൻസർ ഷുഡ് ബി 0.25. ആൻസർ 0.25 ആയാലേ പറ്റുള്ളൂ. കണ്ടില്ലേ? ഇനി അടുത്ത്, ഇത് നല്ലൊരു രസികൻ ചോദ്യമാണ്. A cylindrical vessel of radius 5 cm is filled with water up to a height of 20 cm. അത് ശരി, ഒരു സിലിണ്ടർ ഉണ്ട് അത്രേ. ആ സിലിണ്ടറിൽ ഞാൻ കാണിക്കാം. നമ്മളോട് ചോദിച്ച്, a small aperture of radius 2 mm is made on the side of the cylinder at a height 5 cm from the bottom of the vessel. For approximately how long will water leak out of aperture? ഞാനൊരു സിലിണ്ടർ വരയ്ക്കാൻ നോക്കാം. ഇങ്ങനൊരു സിലിണ്ടർ ഉണ്ട്. ഇത് അടിയിലത്തെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. തുറന്നിരിക്കുകയാണ് പുറത്ത്. 20 സെന്റിമീറ്റർ ഉയരത്തിൽ, ശരിയാ, 20 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. അത്രേ വെള്ളം തന്നെയല്ലേ പറഞ്ഞ്? വാട്ടർ. എന്നിട്ടോ 5 സെന്റിമീറ്റർ ഉയരത്തിൽ, ഇവിടുന്ന് 5 സെന്റിമീറ്റർ ഉയരത്തിൽ ഒരു ദ്വാരം ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ദ്വാരത്തിലൂടെ വെള്ളം പുറത്തേക്ക് ചീറ്റൂലേ? ചീറ്റ എന്നാ പറയാം. ചീറ്റ അല്ലെ? ഞങ്ങള് കോഴിക്കോട്ടെ ഭാഷയിൽ വെള്ളം പുറത്തേക്ക് ചീറ്റി എന്നൊക്കെയാ പറയാം. നിങ്ങൾ എങ്ങനെയാ പറയാന്ന് എനിക്കറിഞ്ഞു. അങ്ങനെ ചീറ്റണ വെലോസിറ്റിന്റെ പേരാണ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ്. ആ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് സ്മോൾ അപ്പർച്ചർ ഓഫ് റേഡിയസ് ഫോർ അപ്രോക്സിമേറ്റ് ഓക്കെ എത്ര വരത്തില്ല? 5 സെന്റിമീറ്റർ. It's placed 5 centimeter from the bottom of the vessel. വെച്ചിരിക്കുന്നത്
5 സെന്റിമീറ്റർ ഫ്രം ദ ബോട്ടം ഓഫ് ദ വെസൽ. ഇവിടുന്ന് 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അവിടുന്ന് 5 സെന്റിമീറ്റർ ആണ് സാധനം വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളോട് ചോദിച്ച എത്ര നേരം, അപ്പൊ ഈ 20 സെന്റിമീറ്ററിൽ നിന്ന് 5 സെന്റിമീറ്റർ വരെ ഇതിങ്ങനെ താന്ന് വരും അല്ലെ. വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ചീറ്റുന്നതിനനുസരിച്ച് ലെവൽ ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, ഇതിങ്ങനെ പുറത്തേക്ക് പോകല്ലേ വെള്ളം. ശരി, നമുക്ക് പുറത്തേക്ക് പോകുന്ന വെള്ളത്തിനെ ഒരു സിലിണ്ടറിക്കൽ ക്യൂബായിട്ട് സിലിണ്ടറിക്കൽ ഷേപ്പായിട്ട് വിചാരിച്ചാൽ അവന്റെ ഏരിയയാണ് എ. അവന്റെ ഏരിയയാണ് എ. ഡി ടി സമയം കൊണ്ട് എത്ര ദൂരം പോയി? വി ഡി ടി. അപ്പൊ എത്ര വോളിയം താന്നു? എത്ര വോളിയം താന്നു? വോളിയം ഓഫ് എ ഫ്ലക്സ്. വോളിയം ഓഫ് എ ഫ്ലക്സ് ഇവനെ ഡി എക്സ് എന്ന് വിളിക്കാം അല്ലെ. അതാണ് ഇവനെ ഡി എക്സ് എന്ന് പേര് വിളിക്കാം. എ ഡി എക്സ്. അസമയം എന്താ സംഭവിക്കുക? അസമയം നമ്മുടെ മേലേന്ന് ഏതാണ്ട് കുറച്ച് താഴോട്ടുണ്ടാവും അല്ലെ. ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ മേലേന്ന് താവും. ഇത് താഴ്ന്നത് ഡി എച്ച് താഴ്ന്നു എന്ന് വിചാരിക്കുക. ഇവന്റെ ഏരിയ എ. അപ്പം എത്ര താവും? റിഡക്ഷൻ ഇൻ ഹൈറ്റ്, റിഡക്ഷൻ ഇൻ വോളിയം ഓഫ് കണ്ടെയ്നർ. കണ്ടെയ്നറിലെ വോളിയത്തിന്റെ റിഡക്ഷൻ എത്രയാ? എ ഡി എച്ച്. കറക്റ്റാ, അടിപൊളിയാ. എ ഡി എച്ച്. ഇനി അപ്പൊ നമുക്കറിയാം എ ഡി എച്ച് എന്ന് പറയുന്ന റിഡക്ഷൻ വോളിയം ഓഫ് എഫ്ലക്സ് ആണ്, എ ഡി എക്സ് ആണ്. എനിക്ക് വേണമെങ്കിൽ ഒരു നെഗറ്റീവ് കൊടുക്കാം. എന്താ നെഗറ്റീവ് കൊടുക്കുന്നതിന്റെ അർത്ഥം എന്നറിയാ? എച്ച് ഇങ്ങനെ താന്ന് വരികയാണ്, കുറഞ്ഞു വരികയാണ്. താഴേക്ക് പോകുന്നതിനനുസരിച്ച് ഇതിന്റെ റേറ്റും കുറയും. കാര്യം എച്ച് ഇങ്ങനെ ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു വരിക. ഇവനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് എ ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു എ ഡി എക്സ് ബൈ ഡി ടി. dx by dt ആണ് velocity of a flux. So minus a dh by dt equal to av. So that is minus a dh by dt is equal to a. A എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചില്ലെങ്കിൽ ഓറിഫൈസിന്റെ ഏരിയ റൂട്ട് ഓഫ് 2gh വെലോസിറ്റി ഓഫ് എ ഫ്ലക്സ്. ശരി, ഇനി നമുക്ക് ടൈം ആകാണ്ട്. അപ്പൊ ടൈം ആയതുകൊണ്ട് നമ്മൾ ഡി ടിന്റെ ഇക്വേഷൻ എഴുതാം. ഡി ടി ഈക്വൽ ടു മൈനസ് എ ഡി എച്ച് ഡിവൈഡഡ് ബൈ എ റൂട്ട് ഓഫ് 2gh. ഗുഡ്, റൂട്ട് ഓഫ് 2gh. അപ്പം ടൈം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? എവിടുന്ന് തുടങ്ങണം? ഇവിടുന്ന് തുടങ്ങണം ഇവിടം വരെ. ഇതിന് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്താൽ 15 നിന്ന് തുടങ്ങി 0 വരെ ഹൈറ്റ് ഫ്രം ഇതിനെ റെഫറൻസ് ആക്കി എടുക്കുക. അല്ലെങ്കിൽ 20 മുതൽ 5 വരെ എന്ന് എഴുതാം. രണ്ടും ഒന്ന് തന്നെയാണ്. 15 മുതൽ 0 വരെ എന്ന് എഴുതാം, 20 മുതൽ 5 വരെ എന്ന് എഴുതാം. 20 മുതൽ 5 വരെ എന്ന് എഴുതുമ്പോൾ ഒരു അപ്പർ ലിമിറ്റ് ഉണ്ടാവും, ലോവർ ലിമിറ്റ് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ നമുക്ക് 15 മുതൽ 0 വരെ എന്ന് എഴുതിയാലും സെയിം ഉത്തരം കിട്ടും. സോ ദാറ്റ് വിൽ ബി ഇന്റഗ്രൽ മൈനസ് എ ഡി എച്ച് ഡിവൈഡഡ് ബൈ എ റൂട്ട് ഓഫ് 2gh. ഓക്കെ, അപ്പൊ അതില് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോൺസ്റ്റന്റുകളൊക്കെ നമ്മൾ പുറത്തെടുത്താലോ? എ ബൈ എ പുറത്തെടുക്കാം, 1 ബൈ റൂട്ട് 2g പുറത്തെടുക്കാം. അടി പിന്നെ ഇന്റഗ്രേഷനിൽ വരിക റൂട്ട് എച്ച്. 1 ബൈ റൂട്ട് എച്ച് എന്ന് പറയുമ്പോൾ എച്ച് റേസ് ടു മൈനസ് ഹാഫ് ഡി എച്ച് സ്റ്റാർട്ടിങ് ഫ്രം 15 to 0. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കാൽക്കുലേഷൻ. എച്ച് റേസ് ടു മൈനസ് ഹാഫിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സ് റേസ് ടു മൈനസ് ഹാഫ് പ്ലസ് 1 ബൈ മൈനസ് ഹാഫ് പ്ലസ് 1. അത് ചെയ്താൽ ഫൈനൽ ആൻസർ ഇറ്റ് വിൽ ബി, നമ്മൾ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഒന്നുമില്ല, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ ബൈ എ റൂട്ട് ഓഫ് 2 ബൈ ജി റൂട്ട് h1 മൈനസ് റൂട്ട് h2 എന്ന് വരും.
എ ബൈ എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ വലിയ റേഡിയസ് ബൈ പൈ ആർ സ്ക്വയർ ഓറിഫൈസിന്റെ റേഡിയസ് ബൈ 2/g ഇൻറ്റു റൂട്ട് ഓഫ് 15 മൈനസ് റൂട്ട് ഓഫ് 0 എന്ന് വരും. പൈ വെട്ടിപ്പോവും. ഇപ്പൊ അത് 5 ഇൻറ്റു 10⁻⁻² ദി ഹോൾ സ്ക്വയർഡ് ഓറിഫൈസിന്റെ റേഡിയസ് അല്ല ബേസിന്റെ റേഡിയസ് ഓറിഫൈസിന്റെ റേഡിയസ് 2 millimeter 2 ഇൻറ്റു 10⁻³ ദി ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2/10 ഇൻറ്റു റൂട്ട് ഓഫ് 15. ഇതിന്റെ ആൻസർ വരുന്നത് 109 seconds എന്നുള്ള രീതിയിലാണ്. 109 seconds കാൽക്കുലേഷനിൽ 109 seconds എന്നൊക്കെയാണ്. 109 seconds എന്ന് പറയുമ്പോൾ എത്ര വരും? 109ൽ നിന്ന് 60 സെക്കൻഡ് കുറച്ചാൽ കാര്യം ഉത്തരം കിടക്കണത് മിനിറ്റ് ഒക്കെ വെച്ചിട്ടാ. 60 സെക്കൻഡ് കുറച്ചാൽ 9 4 49 സെക്കൻഡും 1 മിനിറ്റും 49 സെക്കൻഡും എന്നൊക്കെ പറയാം. 1 മിനിറ്റ് 48 സെക്കൻഡ് എന്നൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആൻസർ. സോ ഐ വിൽ ഗോ ഫോർ എ ഓപ്ഷൻ എ. Question, starting from rest, a car move with constant acceleration and come to momentarily stop with same constant deceleration. Subsequently, it reverses its motion and returns to its original position in a similar manner. Similar manner means ആദ്യ acceleration പിന്നെ deceleration. Which of the following graphs, momentum versus time graph പറയുന്നതും വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ് പറയുന്നതൊക്കെ സെയിം തന്നെ. എന്താ? mv അല്ലേ, മാസ് കോൺസ്റ്റന്റും ആണ്. അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചാലും മൊമെന്റം വേഴ്സസ് ടൈം ഗ്രാഫ് വരച്ചാലും ഒരു മാറ്റവും ഇല്ല, ഒരേപോലെ ഇരിക്കും. അപ്പൊ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അപ്പം മൊമെന്റം റെസ്റ്റ് 0 ആണ്. Uniformly accelerated, up a straight line. Ready? Then uniformly decelerated to come to a momentarily rest. Uniformly decelerated, negative slope, come to a momentarily rest. കുറച്ച് നിൽക്കുന്നില്ല, ബട്ട് ഉടനെ റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ. അപ്പൊ നേരത്തെ പോസിറ്റീവ് മൊമെന്റ് ആണെങ്കിൽ ഇപ്പൊ നെഗറ്റീവ് മൊമെന്റ് ആണ്. And accelerated means negative velocity increases. And it repeats means it decelerates and come to rest. So simple. So my answer will be this one. C. For a PN junction diode, normal diode, and a Zener diode, which of the following നിങ്ങൾ Zener diode കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് Zener diode റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡയോഡ്. രണ്ട് Zener diode ഹെവിലി ഡോപ്ഡ് ഡയോഡാണ്. Zener diode ഹെവിലി ഡോപ്ഡ് ഡയോഡ് ആവുമ്പോൾ Zener diode എന്താണ്? ഹെവിലി ഡോപ്ഡ് ഡയോഡാണ് സാധാരണ ഡയോഡിനേക്കാൾ. ഹെവിലി ഡോപ്ഡ് ഡയോഡ് ആകുമ്പോൾ ഡെപ്ലീഷൻ റീജിയന്റെ തിക്നെസ് കുറവായിരിക്കും. ഇവിടെയല്ലേ ഡെപ്ലീഷൻ റീജിയൻ ഉണ്ടാവുക, ഇതിന്റെ തിക്നെസ് കുറവായിരിക്കും. ഇവിടെയല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുക, ബെരിയർ പൊട്ടൻഷ്യൽ. ഇതാണ് ഡെപ്ലീഷൻ റീജിയന്റെ തിക്നെസ് എങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു dV/dx or minus dV/dx. അപ്പൊ ഡെപ്ലീഷൻ റീജിയന്റെ തിക്നെസ് കുറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. അപ്പൊ Zener diode കുറിച്ച് ഒന്ന് ഹെവിലി ഡോപ്ഡ് ആണ്, രണ്ട് ഹെവിലി ഡോപ്ഡ് ആയതുകൊണ്ട് തന്നെ ഡെപ്ലീഷൻ റീജിയന്റെ തിക്നെസ് കുറവായിരിക്കും. ഡെപ്ലീഷൻ റീജിയന്റെ തിക്നെസ് കുറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും സാധാരണ ഡയോഡുകളെക്കാൾ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം വായിച്ചു നോക്കിയാൽ Zener diode ഹാസ് തിക്കർ ഡെപ്ലീഷൻ റീജിയൻ, തെറ്റാണ്, തിന്നറാണ്. നോർമൽ ഡയോഡ് ഹാസ് തിക്കർ ഡെപ്ലീഷൻ റീജിയൻ, അത് ശരിയാണ്. Zener diode has higher electric field across the junction. അത് ശരിയാണ്. The Zener diode has thicker depletion region. ആലോചിക്കണ്ട. Normal diode has thicker depletion region and higher electric field. അല്ല. ഇലക്ട്രിക് ഫീൽഡ് കൂടുക, തിക്നെസ് കുറയുമ്പോഴാണ്. കാര്യം dV/dx.
അപ്പം the normal diode has thicker depletion region and Zener diode has higher electric field. എൻ്റെ ഉത്തരം ബി ആണ്. ഈ ക്വസ്റ്റ്യൻ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത്. കുറച്ചും കൂടെ സിമ്പിളായി പറഞ്ഞ ഒരു കൃത്യതക്കുറവ് ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും നല്ലൊരു ഉത്തരത്തെ കണ്ടുപിടിക്കുന്നതിൽ തെറ്റില്ല. കൂട്ടത്തിൽ നല്ലൊരു ഉത്തരത്തെ കണ്ടുപിടിക്കുന്നതിൽ തെറ്റില്ല. എന്താ നോക്കാം നമ്മള്. എന്താണ് ആ ക്വസ്റ്റ്യനിലെ പരിമിതി എന്ന് ഞാൻ പറഞ്ഞുതരാം. An electromagnetic wave propagates along z direction. Okay. The corresponding electric field is along x direction. Electric field x direction ലാണുള്ളത്. Which of the following is acceptable direction for magnetic field? Considering x, y and z to be the unit vector in Cartesian coordinate system. Direction of magnetic field ആണ് ചോദിക്കുന്നത്. എന്താ പറയുക, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണത് z ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് അപ്പോ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണത് z ഡയറക്ഷൻ, വെലോസിറ്റി z ഡയറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിലാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ശരിക്കും y ആക്സിസിലേ വരാൻ പാടുള്ളൂ. ബിക്കോസ് ദേ ഷുഡ് ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്നത് എക്സ് സെഡ് പ്ലെയിനിൽ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കേണ്ടത് വൈ സെഡ് പ്ലെയിനിലാവണം. അപ്പൊ അല്ലെങ്കിൽ എക്സ് സെഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പൊ അതിൽ എക്സിന്റെയും സെഡിന്റെയും കമ്പണന്റ് ഒരിക്കലും വരാൻ പാടില്ല. നോക്കണേ, ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്നത് എക്സ് സെഡ് പ്ലെയിനിലാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എക്സ് സെഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് എക്സ് സെഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. എക്സ് സെഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന ഫീൽഡിൽ എക്സിന്റെയോ സെഡിന്റെയോ കമ്പണന്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ എ ഓപ്ഷൻ നോക്കി നോക്ക്. എ ഓപ്ഷനിൽ എക്സും ഉണ്ട് സെഡും ഉണ്ട് കമ്പണന്റ്, അത് ഉത്തരമല്ല. ബി ഓപ്ഷൻ നോക്കിക്കോളൂ, എക്സും ഉണ്ട് സെഡും ഉണ്ട് കമ്പണന്റ്, അത് ഉത്തരമല്ല. സി ഓപ്ഷനിൽ എക്സിന്റെ കമ്പണന്റ് ഇല്ല, പക്ഷെ സെഡിന്റെ കമ്പണന്റ് ഉണ്ട്. ഡി ഓപ്ഷനിൽ സെഡിന്റെ കമ്പണന്റ് ഇല്ല, പക്ഷെ എക്സിന്റെ കമ്പണന്റ് ഉണ്ട്. അപ്പൊ ഏറ്റവും നല്ല ഉത്തരം ഇതിലില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏറ്റവും നല്ല ഉത്തരം ഇതിനകത്തില്ല. ഉള്ളതിൽ നല്ല ഉത്തരം കണ്ടുപിടിക്കാൻ ഇനി പറ്റുള്ളൂ. ഉള്ളതിൽ നല്ല ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പഠിച്ചത്, ഫീൽഡ് എപ്പോഴും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. രണ്ട് ഫീൽഡും, ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും ശരി മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും ശരി, അത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എങ്ങോട്ടാ, സെഡ് ആക്സിസിലാണ്. അപ്പൊ സെഡ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ സെഡ് കമ്പണന്റ് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? സെഡ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ സെഡ് കമ്പണന്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നോക്കാം, ഒന്നാമത്തെ ഓപ്ഷനിൽ സെഡ് കമ്പണന്റ് ഉണ്ട്, രണ്ടാമത്തെ ഓപ്ഷനിലും സെഡ് കമ്പണന്റ് ഉണ്ട്, മൂന്നാമത്തെ ഓപ്ഷനിലും സെഡ് കമ്പണന്റ് ഉണ്ട്, നാലാമത്തെ ഓപ്ഷനിൽ സെഡ് കമ്പണന്റ് ഇല്ല. അതുകൊണ്ട് അത് സെഡ് കമ്പണന്റിന് പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ സെഡ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്, പ്രൊപ്പഗേഷന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് കൂട്ടത്തിലെ നല്ലൊരു ഉത്തരമായി എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ വേറൊരു സംഭവം ഉള്ളത് ഇ ക്രോസ് ബി. ഇതിനെ പോയിന്റിംഗ് വെക്ടർ നമ്മൾ വിളിക്കും. ഇ ക്രോസ് ബി ആണ് സത്യത്തിൽ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷൻ തരിക. ഇ ക്രോസ് ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിച്ചാണ്. റെഡി? അപ്പൊ അതില് നിങ്ങള് ഇതാണ് ഒരു സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്ന കൂട്ടത്തിൽ നിന്ന് ആലോചന. IJK ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ ഓൺലി EI 0 0. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓരോ സാധനവും അപ്ലൈ ചെയ്ത് നോക്കുക. ഉദാഹരണത്തിന് ഡി ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടാണ് 1/√2 1/√2 0. ഇതാണ് നമ്മൾ ഉത്തരം. ഡി ഓപ്ഷൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരുന്നത് നോക്കിയേ, I × 0 - J × 0 + K ×
1/√2 1/√2 E/√2K എന്നൊക്കെ കിട്ടും. ആണല്ലേ? അതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? K ഡയറക്ഷനിൽ മാത്രമുള്ള ഒരു വേവ് കിട്ടും. ഈ സിറ്റുവേഷനിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അങ്ങനെ ട്രയൽ ആൻഡ് എററിൽ ബാക്കി 3 ഒഴിവാക്കി 4-ലേക്ക് എത്താം. ഓക്കെ, പക്ഷെ ഇതൊന്നും ആവശ്യമില്ല. Z ആക്സിസ് ഇത് പാരലൽ ഇല്ല, അല്ലെങ്കിൽ കമ്പോണന്റ് ഇല്ലാത്ത വെക്ടർ എന്ന് വിചാരിച്ചാലും മതി. അപ്പം മക്കളെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്താ കാര്യം എന്ന് വെച്ചാല് ഇത് നല്ല ടൈം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ വെറുതെ നിങ്ങളുടെ മുന്നിൽ ഒരു എക്സ്പ്ലനേഷന് വേണ്ടി അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാല് നമ്മൾ ഉടനെ അത് അയിമലി ചുരുണ്ടുകൂടി കിടക്കണ്ട. മനസ്സിലായില്ലേ? അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാ. അതിനൊരു ഓപ്ഷൻ ഉണ്ട്, മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ്. നിങ്ങള് ഐസർ പരീക്ഷ എഴുതുമ്പോഴുള്ള അതേ സാധനമാണ് നമ്മളിവിടെ നമ്മുടെ സൈറ്റിൽ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇതന്നെയാണ് അവിടെ കാണാൻ കഴിയുക. മനസ്സിലായില്ലേ? നമ്മുടെ ആപ്പിലും ഉണ്ട് മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ്. അത് ഞെക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വേറൊരു കളറിൽ കാണിക്കും. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും സാധനം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഞാനത് തൽക്കാലത്തേക്ക് അവിടെ മാറ്റി വെച്ചേക്കാണ്, എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നിട്ട് അത് ചെയ്യണം. ഞാനെന്താ പറയാന്ന് നിങ്ങള് സാധനത്തിന് പരമാവധി യൂസ് ചെയ്യണം. കാരണം ഞാനതൊന്നുകൊണ്ട് ആലോചിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ആ ചോദ്യം വായിച്ചപ്പോ തന്നെ, ആ ചോദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് കാര്യം കത്തി. എന്ന് വെച്ചാൽ 3 സെല്ല്, 4 റെസിസ്റ്റർ, 4 ലൂപ്പ്, ഇതിൽ ഒരു കറണ്ടിനെ ചോദിച്ചു. ഉറപ്പായിട്ടും എളുപ്പമാവില്ല. ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷെ അങ്ങനത്തെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ എന്താ പറയുക, ചെയ്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരുപാട് ഷോർട്ട് കട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാധനങ്ങളിലൂടെ പടപെടാൻ ചെയ്യാം. അതൊന്നും അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഒരാൾ എക്വയർ ചെയ്യുന്ന ഒരു സാധനം. അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ആക്ച്വലി നിങ്ങളും എക്വയർ ചെയ്യണം. ഞാൻ എക്വയർ ചെയ്ത സാധനം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ജനറൽ മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു 4 ലൂപ്പെങ്കിലും എഴുതിയിട്ട് റിക്വേഷൻ എഴുതിയിട്ട് വേണം ചെയ്യാൻ. അതെന്തായാലും ടൈം കൺസ്യൂമിങ്. അപ്പൊ വെറുതെ എന്തിന്റെ സമയം കളയുന്നത്? അടുത്ത ക്വസ്റ്റൻ എഴുതാൻ നോക്കാലോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അതൊരു നല്ല ചിന്താഗതിയുമാണ്, നല്ല രീതിയുമാണ്. ഇത് നോക്കാം. λ2 and λ1 are the wavelength of photon required to excite the hydrogen atom from its ground state to its second. അപ്പൊ λ2 എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ഇറ്റ്സ് സെക്കൻഡ്. അപ്പൊ λ2 എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ് ടു സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ 3, 1 to 3. ഫോർത്ത് എക്സൈറ്റഡ്. അപ്പൊ λ1 എന്ന് പറയുന്നത് 1 to 4th ആണ്. ഓഹോ, അങ്ങനെയാണ്. ഇതിലൊരു ചെറിയ സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ട്. λ2 and λ4 എന്നാണ്. കാരണം നമ്മളോട് ചോദിച്ചാൽ വാട്ട് ഈസ് ദ കറക്റ്റ് റേഷ്യോ λ2/λ4 എന്നാണ്. അപ്പൊ λ1 അല്ല, അത് λ4 ആണ്. കുഴപ്പമില്ല. ശരിക്കും ആ ക്വസ്റ്റ്യൻ അത് എന്തുണ്ട്? സ്പെല്ലിംഗ് കറക്ഷൻ. λ2/λ4 ആണ്. നമ്മൾ എന്താ പഠിച്ച്? ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് പോകുമ്പോൾ പുറത്തേക്ക് കിട്ടുന്ന എനർജി hν ഇസ് ഈക്വൽ ടു, അപ്പർ ടു ലോവർ ആണെങ്കിൽ മൈനസ് ഉണ്ടാവും, ഇത് താഴെ നിന്ന് മേലേക്കാണെങ്കിൽ പ്ലസ് ആണ്. 13.6 into 1/n1 squared minus 1/n2 squared. So hc/λ is equal to 13.6 into n squared minus 1/n squared. n2, first level is 1. So 1/λ proportional to n squared minus 1/n, n squared minus 1/, അപ്പൊ λ proportional to n squared by n squared minus 1. λ2 proportional to, λ2 ന് കറസ്പോണ്ടിങ് ആയ 3 ആണ്, 9/8. λ4 proportional to n squared divided by n squared minus 1. അല്ലേ? എത്രയാ?
n 5 ആണ്. സോറി, ഫോർത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. 5 ആണ്, സോറി ടാ. ഫോർത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാ പറയുന്നത്. സെക്കൻഡ് ആൻഡ് ഫോർത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ n = 5 ആണ്. അപ്പൊ 25/24. നമ്മളോട് ചോദിച്ച λ2/λ4. 9/8 divided by 24/24. So it will be 27/25. 27/25 ഇവിടുന്ന് തന്നെ ഉത്തരം പറയാൻ തോന്നുന്നു. കാര്യം 27/25 എന്ന് പറയുമ്പോൾ റേഷ്യോ 1-നേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനത്തെ ഒന്ന് മാത്രമേ കാണുന്നുള്ളൂ. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Jeweler is holding a gold chain of uniform mass per unit length hanging vertically just above a weighing scale as shown in the figure. He offers to charge the customer for half of the maximum reading of the scale. ശരി. After he released the chain. ശരി. What percentage more than the actual price does the customer pay if he agrees to the offer? എന്താ സംഭവം നിങ്ങൾക്ക്? സംഭവം വെച്ചാൽ ഇങ്ങനെ ഒരു വെയിങ് പാൻ ഉണ്ട്. ഈ വെയിങ് പാനിന്റെ മേലെ ഒരാള് ചെയിൻ ഇങ്ങനെ ഇട്ടുവിടുക. അങ്ങനെ ഇട്ടുവിടുക. അപ്പൊ ഇട്ടുവിടുമ്പോ ഇങ്ങനെ ട്രെന്ന് വന്ന് വീഴല്ലേ ചെയ്യാ? ഇങ്ങനെ വന്ന് വീഴുക ചെയ്യാം. ഷെറെന്ന് പറഞ്ഞ് വീഴുക ചെയ്യാ അല്ലേ? അപ്പൊ അവിടെ കാണുന്ന മാക്സിമം വെയിറ്റിന്റെ പാതി, അതിന്റെ പൈസ ഞാൻ തരാന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എത്ര നഷ്ടം പറ്റുകയാണ് എന്നാണ്. ശരിക്ക് ഒരു മാജിക് പോലെ വേണേ പറ്റിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം അല്ലേ? പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓഫർ ആക്കി കൊടുക്കുക. അതിന് നഷ്ടമാണോ ലാഭമാണോ എന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെ വന്ന് വീഴുമ്പോ ഏതോ ഒരു സമയത്ത് എക്സ് നീളം താഴെ വീണിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ താഴേക്ക് വന്നിങ്ങനെ ആ വെയിങ് പാനലിന്റെ മേലെ ഇങ്ങനെ ചെയിൻ ഇങ്ങനെ വീണ് കൂടുകയാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിക്കുക, ഒരു വലിയ ചങ്ങല ഇങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. ഇങ്ങനെ കൂടി വരില്ലേ? അതുപോലെ ഇതൊരു ചെയിനാന്ന് മാത്രമേ ഉള്ളൂ, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. അപ്പൊ അറ്റ് എ ടൈം എക്സ് നീളം വെയിങ് പാനലിന്റെ മേലെ വന്ന് വീണിട്ടുണ്ട്. അപ്പം അപ്പുള്ള സ്റ്റാറ്റിക് വെയിറ്റ് എത്രയാണ്? സ്റ്റാറ്റിക് വെയിറ്റ് അങ്ങനെ കിട്ടുക, മൊത്തം മാസിനെ മൊത്തം ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആയി ഇൻറ്റു എക്സ്, ഇതാണ് എക്സ് മാസിന്റെ നീളം, ഇൻറ്റു ജി, mgx/l. mgx/l ഇതാണ് സ്റ്റാറ്റിക് വെയിറ്റ്. അല്ല, വെയിങ് പാനല് അതിന്റെ മേലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ റീഡ് ചെയ്യുക. ഇതൊരു വേരിയബിൾ മാസ് പ്രോബ്ലം അല്ലേ? അപ്പൊ അവിടെ വേരിയബിൾ മാസ് കാരണം ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ വേരിയബിൾ മാസ്. നല്ല ഇഷ്ടമായി ക്വസ്റ്റ്യൻ. ആ ഫോഴ്സ് എന്താ? ആ ഫോഴ്സ് ഡൈനാമിക് ഫോഴ്സ് ആണ്. F = v dm/dt. v എന്ന് പറഞ്ഞാൽ എന്താ? v എന്ന് പറയുന്നത് താഴേക്ക് വീഴുന്ന വെലോസിറ്റിയാണ്. ഓക്കെ, v dm/dt എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ലൈക്ക് ഒരു t സമയം കൊണ്ട് dx നീളം പോയാൽ ലാംഡ dx/dt. ലാംഡ എന്ന് പറഞ്ഞാൽ m/l. ലാംഡ എന്ന് പറഞ്ഞാൽ m/l, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഈ dx/dt വീണ്ടും v ആണ്. സോ F = m/l v². അറിയാലോ, എക്സ് ഉയരത്തിൽ നിന്ന് താഴെ വീഴുമ്പോൾ ഫ്രീ ഫാളിന്റെ വെലോസിറ്റി √2gx. സോ ഇറ്റ് ഈസ് m/l × √2gx
squared, which is m by l into 2gx, 2mgl by x. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എത്രയാ? എഫ് ടോട്ടൽ സ്റ്റാറ്റിക് വെയിറ്റും ഉണ്ട്, ഈ ഡൈനാമിക് വെയിറ്റും ഉണ്ട്. ദാറ്റ് വിൽ ബി mgl by x, gx by l plus 2mgx by l, that is equal to 3mgx by l. ഇനി ഇയാളോട് പറഞ്ഞ് കാണിക്കുന്ന റീഡിങ്ങിന്റെ മാക്സിമം അതിന്റെ പാതി പൈസ തരണം. കാണിക്കുന്ന റീഡിങ്ങിന്റെ മാക്സിമം കിട്ടണമെങ്കിൽ റീഡിങ് ഈസ് മാക്സിമം and x equal to l. റീഡിങ് ഈസ് മാക്സിമം x equal to l. അപ്പം എഫ് മാക്സിമം എത്ര വരിക? മാക്സിമം ഫോഴ്സ് റീഡിങ് വിൽ ബി 3mg, എക്സിന് പകരം l by l, that is equal to 3mg. അതിന്റെ പാതി കൊടുക്കാനാ പറയണത്. അപ്പൊ കസ്റ്റമർ കൊടുക്കേണ്ട പൈസ എത്രയാ? കസ്റ്റമർ ടു ഗീവ്, അത് ആ ഓഫർ സ്വീകരിച്ചാൽ കസ്റ്റമർ 3mgന്റെ പാതി കൊടുക്കണം. 3mg by 2 എന്നുവെച്ചാൽ 1.5 mgന്റെ പൈസ കൊടുക്കണം. ആക്ച്വൽ വെയിറ്റ് mg അല്ലേ, 1.5 mgന്റെ 1.5 തൂക്കത്തിന്റെ. അപ്പൊ എത്ര കൂടുതൽ കൊടുക്കണം? ആക്ച്വലി ആൾക്ക് 50% സാധനത്തിന് നഷ്ടം ഉണ്ടാവും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഓപ്ഷൻ ഡി. ഇനി നമുക്കൊരു കാക്കേനെ പറത്തിക്കണം. എന്താ ചെയ്യ? കാക്ക പറക്കണു, ചെയിന് താഴെ വീണു അല്ലേ? അപ്പൊ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് ടച്ചിങ് ആണ്. ഇതെന്താ ക്വസ്റ്റ്യൻ നിങ്ങള്? 2 posts of height 20 meter, 10 meter or 60 meter apart as shown in the figure. Food grains are continuously distributed between the 2 posts. A crow sitting on the top of the taller post want to pick up the grain and sit on the other post. What should be the distance of the grain it picks from the bottom of the taller post to minimize the total flight length? അതായത് ഒരു കാക്ക, ഫിസിക്സ് അറിഞ്ഞുകൂടാത്ത കാക്കയാണ് വിചാരിക്കുക അല്ലേ? ഫിസിക്സ് അറിയണ കാക്കയും ഫിസിക്സ് അറിയാത്ത കാക്കയുണ്ട്. ഒരെണ്ണത്തിന്റെ ഹൈറ്റ് 20 മീറ്റർ ആണ്, വേറെണ്ണത്തിന്റെ ഹൈറ്റ് 10 മീറ്റർ ആണ്. ഇവർ തമ്മിൽ 60 മീറ്റർ വ്യത്യാസമുണ്ട്, അല്ല 60 മീറ്റർ ദൂരമുണ്ട്. ഇതിന്റെ ചോട്ടില് തിന്നാനുള്ള സാധനം ഇങ്ങനെ വിതറി വെച്ചിട്ടുണ്ട്. ഈ കാക്ക അങ്ങനെ എന്തൊരു പാട്ടില്ലേ? ഈ കാക്ക ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? കാക്ക പഠിച്ചോനെ, ശരി, കാക്ക തൽക്കാലം ക്ഷമിച്ചാളി, എന്തോന്ന് കാക്ക അത് ഇവിടുന്ന് അരിമണി എടുത്തിട്ട് മറ്റേ പോസ്റ്റുമ്മ കയറി നിന്നിട്ട് തിന്നാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദൂരത്തില്, വലിയ പോസ്റ്റിൽ നിന്ന് എത്ര ദൂരത്തിലുള്ള അരിമണിയാണ് എടുക്കേണ്ടതെന്നാണ്. എക്സ് ദൂരത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് 60 മൈനസ് എക്സ് ആണ്, നമുക്കറിയാം. അപ്പം നമുക്ക് ആ കാക്കേനെ കുറിച്ച് ആലോചിക്കാം. അരിമണി എടുത്തു, കാക്ക അടുത്ത മതിലിൽ പോയി. ഇത് 20 ആണ്, ഇത് 10 ആണ്. നമ്മളിവിടെ ഒറ്റ കണ്ടീഷൻ പറഞ്ഞല്ലോ, കാക്ക പറക്കുന്ന ദൂരം മിനിമം ആയിരിക്കണം. ഇതിന്റെ ആക്ച്വൽ മാത്തമാറ്റിക്കൽ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് മാത്തമാറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് പൈത്തഗോറസ് തിയറം 400 ആണ്. 20 സ്ക്വയർ എന്ന് വെച്ചാൽ 400. ഇത് റൂട്ട് ഓഫ് 60 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് 100. അപ്പം കാക്ക ട്രാവൽ ചെയ്ത ടോട്ടൽ ദൂരം d, that will be d1 plus d2, the total distance.
d1 പ്ലസ് d2 അത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 400 പ്ലസ് റൂട്ട് ഓഫ് 60 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 100. ഇനി നമുക്കറിയാം മാക്സിമത്തിലും മിനിമത്തിലും ഫസ്റ്റ് ഡിഫറൻഷ്യൽ 0 ആണ്. അപ്പൊ അതില് അവന്റെ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഇതിനെ ഓക്കെ ഇതിനെ നമുക്ക് എൽ എന്ന് വിളിക്കാം. ഡി എൽ ബൈ ഡി എക്സ് ഷുഡ് ബി 0. ഡി എൽ ബൈ ഡി എക്സ് ഷുഡ് ബി 0. അപ്പൊ ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 400 minus 60 minus x divided by root of 60 minus x whole square plus 100 equal to 0 ആവണം. x divided by root of x square minus x square plus 400 should be equal to 60 minus x divided by root of 60 minus x the whole square plus 100. ഇതിനെ സോൾവ് ചെയ്യാനുള്ള പണി എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 400 ഈക്വൽ ടു 60 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ ബൈ 60 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 100 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, അവസാനം എക്സ് ഈക്വൽ ടു 14 എന്നൊക്കെ കിട്ടും. കുറച്ച് സമയം എടുക്കും. സിമ്പിളാണ്, ലൈക്ക് സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. ചുമ്മാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയാണ് ഞാനൊരു തരികിട പറഞ്ഞുതരാം. ലൈറ്റിന്റെ പ്രോപ്പർട്ടി നമുക്ക് കാക്കേന്റെ കാര്യത്തിൽ എടുക്കാം. അപ്പൊ നിങ്ങൾ കാക്കയും ലൈറ്റും തമ്മിൽ എന്ത് ബന്ധം? കാക്കയും ലൈറ്റും തമ്മിൽ ബന്ധമുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നാച്ചുറലി ലൈറ്റിന്റെ ഒരു സ്വഭാവമാണ് ഇവിടെ കാക്ക സ്വീകരിക്കുന്നത്. എന്താ അറിയോ? ട്രാവലിംഗ് ത്രൂ ദ മിനിമം പോസിബിൾ പാത്ത്. ഇപ്പൊ ലൈറ്റ് റിഫ്ലക്ഷനിൽ ലൈറ്റ് സംഭവിക്കുന്നത് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് മിനിമം പാത്തിലൂടെയാണ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താ പറയണേ? ഈ ആംഗിളും എന്താണ്? സെയിം ആണ്. അപ്പൊ അതും സെയിം ആണെങ്കിൽ ഇതിന്റെ രണ്ട് ആംഗിൾസ് 90 ആണ്. അപ്പം ഈ ആംഗിളും സെയിം ആണ്. 90 മൈനസ് തീറ്റയും 90 മൈനസ് തീറ്റയും. അപ്പൊ രണ്ട് ആംഗിളുകൾ സെയിം ആയിട്ടുള്ള ഈ ട്രയാങ്കിൾ നമുക്ക് സിമിലർ ട്രയാങ്കിൾ ആണ്. ഈ സിമിലർ ട്രയാങ്കിളുകളുടെ സിമിലർ സൈഡ്സിന്റെ റേഷ്യോനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് എക്സ് ഡിവൈഡഡ് ബൈ 60 മൈനസ് എക്സ് വിൽ ബി ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 10. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 10x ഈക്വൽ ടു 60 മൈനസ് എക്സ് ഇൻറ്റു 20. സോ 10x ഈക്വൽ ടു 1200 മൈനസ് 20x. സോ 30x ഈക്വൽ ടു 1200, x ഈക്വൽ ടു 40 മീറ്റർ. റെഡി? ഇങ്ങനൊരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും. എളുപ്പത്തിൽ ഇങ്ങനെ പോകാനും പറ്റും. ശരി, അപ്പൊ 40 മീറ്ററിൽ കമ്പ്യൂട്ടർ ലോക്ക് കരുതേ. ഓക്കെ, 11. ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. An object of mass 100 gram is sliding under gravity from point A to point B. ഇവിടുന്ന് ഇങ്ങനെ ഞാൻ പറയാം, ഞാനൊന്ന് വരച്ചോട്ടെ. As shown in the figure, after what distance will the object stop on the following flat track point beyond point B if the coefficient of kinetic friction between flat track and the object is 0.5. എങ്ങനെയാണ് സംഭവം? 5 മീറ്റർ ഉയരത്തുനിന്നാണ്. അപ്പൊ ഇവിടെ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി അല്ലേ. സോ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു mgh. താഴെ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി. ഇനി ഇവിടെ എത്തിയപ്പോൾ അത് നിന്നു എന്ന് വിചാരിക്കുക. എത്ര ദൂരം കൊണ്ട് നിൽക്കും എന്നാണ് ചോദ്യം. ആരാ നിർത്തിയേ? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നിർത്തിയത്. അപ്പൊ നിർത്തുക എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താ സ്ഥിതി? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ആണ്. സോ 0 ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് 2. ഫ്രിക്ഷൻ കാരണം ഉണ്ടാവുന്ന
ഡീസലറേഷൻ എന്താ? mu g s. So 2 mu g s equal to v square. S equal to v square divided by 2 mu g. ശരി, ഇങ്ങനെ v square കിട്ടാ? ഹാഫ് എം v square equal to mgh. So v square equal to 2gh. 2gh by 2 mu g. So 2 cancel, g cancel, h by mu. H is 5 meter by mu is 0.5. So answer is 10 meter. Answer should be 10 meter. My answer is 10 meter. Okay, let's move. Are the two simple pendulum of length 1 meter each with bobs having masses 1 kilogram and 2 kilogram are hanging from the ceiling of an elevator. The elevator start moving vertically downward with an acceleration g by 10. Assuming g to be 10 meter per second square, approximately what are the time period of the two pendulums? എന്ന് വെച്ചാൽ ഇതൊരു ആക്സലറേറ്റഡ് ഫ്രെയിമിലുള്ള പെൻഡുലത്തിന്റെ ടൈം പീരീഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ ടൈം പീരീഡ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എഫക്റ്റീവ് ആണ്. ഇവിടെ ജി എഫക്റ്റീവ് ഈക്വൽ ടു ജി മൈനസ് എ ആണ്. ദാറ്റ് ഈസ് ജി മൈനസ് ജി ബൈ 10. ആക്സലേഷൻ ജി ബൈ 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി 9g by 10. g 10 എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. So 9 into 10 by 10. So it is 9 only. And pendulum of length 1 meter ആണ്. Length 1 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So time period equal to 2π into root of 1 by g effective is 9. 1 by 9 is 3. 2π by 3. 2π by 3. 2π by 3. ഇത് കാൽക്കുലേഷൻ ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2.1 എന്ന് കിട്ടും. 2.1 സെക്കൻഡ്. ഇവിടെ പെൻഡുലത്തിന്റെ മാസിന് മാത്രമേ വ്യത്യാസമുള്ളൂ. പെൻഡുലത്തിന്റെ മാസിന് മാത്രമേ വ്യത്യാസം. മാസ് മാറുന്നത് കൊണ്ട് ടൈം പീരീഡ് മാറില്ല. കാര്യം ടൈം പീരീഡിന്റെ ഇക്വേഷനിൽ മാസ് ഇല്ല. അപ്പൊ രണ്ടാളും 2.1 സെക്കൻഡ് ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് an electric dipole having point charge plus q and minus q separated by a fixed distance d. അപ്പൊ ഡൈപോൾ മൊമെന്റ് എളുപ്പം കണ്ടുപിടിക്കാം. qd is kept under the influence of an electric field E such that the axis of the dipole is making an angle 45 degree with the direction of the electric field theta. ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 45. If the electric dipole is allowed to rotate in xy plane with its center being stationary, what is the magnitude of the net torque? നോക്ക് നിങ്ങൾ ഡൈപോൾ മൊമെന്റ് നെഗറ്റീവ് ടു പോസിറ്റീവ് ഡൈപോൾ മൊമെന്റ് കാണാം. നെഗറ്റീവ് ടു പോസിറ്റീവ് ഡൈപോൾ മൊമെന്റ് കാണുമ്പോൾ അതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആയിട്ടുള്ള ആംഗിൾ ആണ് 45. ഒരു തെറ്റുമില്ലല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ പിന്നെ ആൻസർ നമ്മൾ പഠിച്ചത് ടോർക്ക് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ എന്നാണ്. പി എന്ന് പറഞ്ഞാൽ ക്യൂ സെപ്പറേഷൻ ഡി ഇ സൈൻ 45 ക്യൂ ഡി ഇ into 1 by root 2 QDE by root 2. തന്നെയാണ് ഉത്തരം ഉള്ളൂ. നോക്കാം അങ്ങനെ ഒരു സാധനം ഉണ്ടോ? QDE by root 2. അങ്ങനെ ഉത്തരം ഉണ്ട് ബി. അത്ര എളുപ്പമുള്ള ചോദ്യം ഒന്നൊക്കെ ആവാലോ. നോക്കാം നമുക്ക്.
അടുത്ത കറണ്ട് ഓഫ് 45 ആംപിയർ ഈസ് പാസിംഗ് ത്രൂ ആൻ ഇൻഫൈനൈറ്റ് ലോങ് വയർ വിച്ച് ലൈ അലോങ് ദി ആക്സിസ് ഓഫ് ആൻ ഇൻഫൈനൈറ്റ് ലോങ് സോളിനോയിഡ്. അത് ശരി, ഒരു സോളിനോയിഡ് ഉണ്ട് ഇൻഫൈനൈറ്റ് ലോങ്. ആ ഇൻഫൈനൈറ്റ് ലോങ് സോളിനോയിഡിന്റെ റേഡിയസ് 1 സെന്റിമീറ്റർ ആണ്. സോളിനോയിഡ് കുറച്ചുകൂടെ വൃത്തിയിൽ വരയ്ക്കുകയാണെങ്കിൽ 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സോളിനോയിഡ് ആണ്. ഇതിന്റെ ആക്സിസിലൂടെയാണ് 45 ആംപിയർ കറണ്ടും കൊണ്ട് ഒരു ചങ്ങായി പോണത്. 45 ആംപിയർ. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സോളിനോയിഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇൻ ദ വയർ ഈസ് 4 മില്ലി ടെസ്ല. അകത്തുള്ള പോയിന്റിൽ 1 സെന്റിമീറ്റർ ആണ് റേഡിയസ്. അകത്തുള്ള പോയിന്റിൽ സോളിനോയിഡ് ഉണ്ടാക്കുന്ന ഫീൽഡ് 3 മില്ലിമീറ്റർ അകലത്തിൽ, അല്ല 4 മില്ലി ടെസ്ലയാണ്. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് 3 millimeter റേഡിയലി അവേ ഫ്രം ദ സോളിനോയിഡ് ആക്സിസ്? അത് ശരി, 3 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്ററിന്റെ ഉള്ളിലല്ലേ? അപ്പൊ ഇവിടെ എവിടെയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എവിടെയുള്ള ഒരു സ്ഥലത്ത് സോളിനോയിഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവുക. റെഡി? പിന്നെയോ സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക. മനസ്സിലായല്ലേ? അതിൽ സംശയമില്ല. ഉള്ളിലേക്ക് ഇൻ ടു ദ പ്ലെയിൻ. റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് കൊടുക്കാൻ മതി, തമ്പ് വെച്ച് കൊടുക്കാൻ മതി. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് റൂട്ട് ഓഫ് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഡ്യൂ ടു സോളിനോയിഡ് സ്ക്വയർ പ്ലസ് വയർ സ്ക്വയർഡ് ആണ്. വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു വയർ? mu0 I by 2 pi r. mu0 എന്ന് പറഞ്ഞാൽ 4 pi into 10 raised to minus 7 into 45 by 2 pi into 3 into 10 raised to minus 3. 3 millimeter. 4 pi 2 45 90 30 ഇത് 10 raised to minus 4 ആയി. 30 into 10 raised to minus 4 എന്നാൽ 3 മില്ലി ടെസ്ല. കൊള്ളാം. അപ്പൊ റിസൾട്ടന്റ് വിൽ ബി 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു 5 മില്ലി ടെസ്ല. അപ്പൊ എന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 5 മില്ലി ടെസ്ല. ആടെ മക്കളെ, ഞാന് 2 ക്വസ്റ്റ്യൻ പിന്നെ ചെയ്യാന്ന് പറഞ്ഞു വെച്ചിരുന്നു അല്ലേ? എന്തുകൊണ്ടാണ് പിന്നെ ചെയ്യാന്ന് പറഞ്ഞു വെച്ചതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. നമുക്ക് നോക്കാം. ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഒരു മെഷിലെ ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും കുറച്ച് നല്ല ടൈം എടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്ത് ചെയ്യാം? സർക്യൂട്ടൊക്കെ നിങ്ങൾക്ക് കാണാം. കിർച്ചോഫ്സ് കറണ്ട് ലോയും വോൾട്ടേജ് ലോയും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു 6 വോൾട്ട് ബാറ്ററി ഉണ്ട്, 8 ഓം റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ക്ലോസ്ഡ് മെഷ് ഉണ്ട്, ഇവിടെ ഒരു ക്ലോസ്ഡ് മെഷ് ഉണ്ട്, മൊത്തം ഒരു ക്ലോസ്ഡ് മെഷ് ഉണ്ട്, ഇങ്ങനെ ഒരു ക്ലോസ്ഡ് മെഷ് ഉണ്ട്, അങ്ങനെ പല പല ക്ലോസ്ഡ് മെഷ് ഉണ്ട്. മൂന്ന് ചെയ്ത് നോക്കാം. ഏറ്റവും ആദ്യം ഞാൻ ഈ ജംഗ്ഷനെ എ, ഈ ജംഗ്ഷനെ ബി, ഈ ജംഗ്ഷനെ സി എന്ന് വിളിച്ചു. ഓക്കെ, അതിൽ നമുക്കിനി കറണ്ടിലും അപ്ലൈ ചെയ്യാം. കറണ്ടിലും അപ്ലൈ ചെയ്താൽ I1 എത്രയാണെന്ന് ആദ്യം നോക്കാം. ലൂപ്പ് റൂളിൽ അപ്ലൈ ചെയ്താൽ, ഈ മേലത്തെ ക്ലോസ്ഡ് ലൂപ്പിൽ അപ്ലൈ ചെയ്താൽ, ഏത് ലൂപ്പിൽ? ഇതാ ഈ ലൂപ്പിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. 6 minus 8I1 equal to 0. So 6 equal to 8I1. So I1 equal to 6 by 8 equal to 3 by 4 ampere. ഇത് ഫസ്റ്റ് മെഷിൽ ഏറ്റവും മേലത്തെ ടോപ്പ് മെഷിൽ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി അറ്റ് എ, ജംഗ്ഷൻ എയിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ, കറണ്ടിലും അപ്ലൈ ചെയ്താൽ 3 by 4
പ്ലസ് I4 എൻറ്ററിങ് കറണ്ട് മൈനസ് I3 പ്ലസ് I2 ready sum of this is the I1 3/4 plus I4 okay minus I3 dV ആണ്. ആ ജംഗ്ഷൻ നമ്മളൊന്ന് വരച്ചാൽ നന്നാവും അല്ലേ? അതാ നന്നാവുക. ജംഗ്ഷൻ ഒന്ന് വരയ്ക്കാം, അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആവും. ആ ജംഗ്ഷൻ ഒന്ന് വരച്ചാൽ ജംഗ്ഷൻ എയിൽ ആരൊക്കെയാ വരുന്നത്? ഇവിടുന്ന് ഒരു 3/4 വരുന്നുണ്ട്, I4 വരുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് പോകുന്നതാരാ? 3/4 പ്ലസ് I4. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ജംഗ്ഷൻ ബിയിൽ എന്താ സ്ഥിതി? ജംഗ്ഷൻ ബിയിൽ ജംഗ്ഷൻ എയിൽ എങ്ങനെയായിരുന്നു അല്ലെ? I1 I4 ഇവിടുന്ന് വന്നു. I1 3/4 ആണ്. I1 3/4 പ്ലസ് I4 ഇവിടെ വന്നു. ബിയിലെത്തി. ബിന്ന് I3 ഇങ്ങോട്ട് പോയി. അപ്പൊ ഇങ്ങോട്ടേക്ക് ബാക്കിയുള്ളത് 3/4 പ്ലസ് I4 മൈനസ് I3 ആണ്. ശരി, അവസാനം അത് സിയിലെത്തി. സിയിലെത്തിയപ്പോൾ ഇങ്ങോട്ടേക്ക് I2 പോയി, അങ്ങോട്ടേക്ക് 3/4 പോയി. ഓക്കെ, അപ്പൊ അതില് 3/4 പ്ലസ് I4 മൈനസ് I3 മൈനസ് I2 ഈക്വൽ ടു അവസാനം 3/4. അപ്പൊ അതിൽ 3/4 വെട്ടി. 3/4 വെട്ടിയപ്പോ നമുക്ക് കിട്ടി I4 ഈക്വൽ ടു പ്ലസ് I4 മൈനസ് I3 3/4 I2. അയ്യോ, എനിക്ക് ഡയറക്ഷൻ എഴുതിയത് തെറ്റിട്ടോ. ഡയറക്ഷൻ എഴുതിയത് I2 ഉള്ളിലേക്കാണ് അല്ലെ? പ്ലസ് I2. ശരി, സോറി. അപ്പൊ നമുക്ക് കിട്ടുക I2 ഈക്വൽ ടു I3 ഈക്വൽ ടു എന്ന് കിട്ടും. I3 ഈക്വൽ ടു I3 ആണല്ലോ നമുക്ക് വേണ്ടത്. I2 പ്ലസ് I4 എന്ന് കിട്ടും. I3 ഈക്വൽ ടു I2 പ്ലസ് I4. ഇനി നമുക്ക് ഒരു ലൂപ്പ് എടുക്കാം. R2ഉം R3 ഉള്ള ലൂപ്പ് എടുത്താൽ ഉള്ള ലൂപ്പ് എടുത്താൽ ഈ ലൂപ്പ് എടുക്കാം. ഈ ലൂപ്പ് എടുത്താൽ അവിടെ നമുക്ക് എന്താ കിട്ടുക? ഒന്നാമത്തെ ലൂപ്പിൽ 10 മൈനസ് 10I2 മൈനസ് 5I3 മൈനസ് 3 ഈക്വൽ ടു 0. ഓക്കെ, അതെന്ത് വരും? 7 10 മൈനസ് 3 7 മൈനസ് 10I2 ഈക്വൽ ടു 5I3 എന്ന് വരും. ഓക്കെ, അപ്പോ 10I2 ഈക്വൽ ടു 7 മൈനസ് 5I3 എന്ന് വരും. അവിടുന്ന് I2 ഈക്വൽ ടു 7 മൈനസ് 5I3 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. ഓക്കെ, ഇനി I3 ഈക്വൽ ടു I2 പ്ലസ് I4 അല്ലേ? അപ്പൊ അവിടുന്ന് നമുക്ക് കിട്ടും, ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും I2 ഈക്വൽ ടു I3 മൈനസ് I4 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ ഇവിടെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, I2 ഈക്വൽ ടു I3 മൈനസ് I4 എന്ന് കിട്ടും. അപ്പൊ I3 മൈനസ് I4 ഈക്വൽ ടു 7 മൈനസ് 5I3 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും.
So that is equal to 7/10 minus 5i3/10. ഓക്കെ, അപ്പൊ എന്താ കിട്ടുക? ഇതെന്താ കിട്ടി? i3 മൈനസ് i4. അപ്പം i3 ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പ്ലസ് 5i3/10 മൈനസ് i4 ഈക്വൽ ടു 7/10 എന്ന് വരും. ഓക്കെ, അപ്പോ ഇതെത്ര വരിക? i3 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 10/10 ആവും. അപ്പൊ 15i3/10 മൈനസ് i4 ഈക്വൽ ടു 7/10 എന്നാവും. റൈറ്റ്? അപ്പൊ അവിടെ നമുക്ക് i4 ഈക്വൽ ടു 15i3/10 മൈനസ് 7/10 എന്ന് കിട്ടും. i4 ഉത്തരം കിട്ടി. ഇനി നമ്മൾ ഈ ലൂപ്പിലേക്ക് പോവാം. ഏത് ലൂപ്പിലേക്ക്? ഇവിടുത്തെ ലൂപ്പിലേക്ക്. അവിടുത്തെ ലൂപ്പിലേക്ക് പോയാൽ ഇങ്ങനെ പോവാം, ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ പോവാം. അപ്പം ഫോർ ലൂപ്പ് കണ്ടെയ്നിങ് R2 and R3 and R4. ലൂപ്പ് വിത്ത് R3 and R4. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാനിതെന്താ അന്നേരം ചെയ്യാൻ? 6 മൈനസ് 6i4 മൈനസ് 5i3 മൈനസ് 3 ഈക്വൽ ടു 0. റെഡി? അപ്പം 6 മൈനസ് 3 മൈനസ് 6 വരും. അപ്പോ പിന്നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 6 മൈനസ് 3 3 മൈനസ് 6i4 മൈനസ് 5i3 ഈക്വൽ ടു 0. So 5i3 plus 6i4 ഈക്വൽ ടു 3 എന്ന് വരും. ഓൾറെഡി നമുക്ക് i4 അറിയാം. i4ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോ 5i3 പ്ലസ് 6 ഇൻറ്റു i4 എന്താ? i4 15. i4 ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. i4 ഇതാ 15i3/10 15i3/10 മൈനസ് 7/10 ഈക്വൽ ടു 3 എന്ന് വരും. റെഡി? അപ്പോ നമുക്ക് കിട്ടിയത് 5i3 പ്ലസ് 6 ഇൻറ്റു 15i3/10 മൈനസ് 7/10 ഈക്വൽ ടു 3 എന്ന് വരും. സോ 5i3 പ്ലസ് 90i3/10 മൈനസ് 42/10 ഈക്വൽ ടു 3 എന്ന് വരും. ഇതിപ്പോ എത്ര വരിക? 5i3 പ്ലസ് 9i3 ഈക്വൽ ടു 3 പ്ലസ് 42/10 എന്ന് വരും. സോ 14i3 ഈക്വൽ ടു 72/10 എന്ന് വരും. സോ i3 ഈക്വൽ ടു 72/140 എന്ന് വരും. ദാറ്റ് ഈസ് നിയർലി ഈക്വൽ ടു 0.5 ആംപിയർ. ഇതാണ് ആൻസർ. ആക്ച്വലി ഞാനിത് നന്നായിട്ട് സെർച്ച് ചെയ്തു, അപ്പോഴും കിട്ടുന്ന ആൻസർ 0.5 തന്നെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ് ടു സേ അങ്ങനെ ഒരു ഉത്തരം ഇതിനകത്തില്ല. ഇതിനകത്ത് ആ ഉത്തരം ഇല്ല.
പിന്നെ -0.2 ആംപിയർ ആണ് ഇവർ ആൻസർ പറയുന്നത്. അത് കിട്ടുന്ന ഒരു സർക്യൂട്ട് ഉണ്ട്, പക്ഷെ ആ സർക്യൂട്ടിന് ഈ സർക്യൂട്ടിൽ നിന്നും വ്യത്യാസമുണ്ട്. അപ്പൊ അത് ക്വസ്റ്റ്യൻ തെറ്റിയതാവാനേ സാധ്യതയുള്ളൂ. ഓക്കെ, ഇത് തന്നെയാണ് ആൻസർ പറയാൻ പറ്റുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എ പ്ലാനറ്റ് ഓഫ് മാസ് m move in an elliptical path round the sun. Sun is at one of its foci, so that its maximum and minimum distance from sun are r max. Then r max, then r minimum. നമുക്കറിയാം ആർ മിനിമത്തിലാണ് വെലോസിറ്റി മാക്സിമം ഉണ്ടാവുക. റെഡി? അതിനെ പെരിഹിലിയൻ എന്നാണ് വിളിക്കുക അല്ലേ? അപ്പൊ അതിനെ നമുക്ക് വി പി എന്ന് വിളിക്കാം. ആർ മാക്സിമത്തിലാണ് വെലോസിറ്റി ഏറ്റവും കുറവുണ്ടാവുക, അപ്ഹീലിയൻ. അതിനെ വി എ എന്ന് വിളിക്കാം. ഓക്കെ, ടേക്കിംഗ് ദ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ടു ബി ജി and the mass of the sun to be m, what is the angular momentum of the planet relative to the center of the sun? ഇതാണ് ഞാൻ വരച്ച ചിത്രം. സണ്ണ് മാക്സിമം ദൂരത്തിൽ വെലോസിറ്റി കുറവാണ്, അതാണ് അപ്ഹീലിയൻ. മിനിമം ദൂരത്തിൽ വെലോസിറ്റി മാക്സിമം ആണ്, അതാണ് പെരിഹിലിയൻ. ഇവിടെ മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലാണ് കറങ്ങുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആണ്. അതായത് ഈ മാസിനെ ക്യാപിറ്റൽ എം എന്നും കറങ്ങണ മാസിനെ സ്മോൾ എം എന്നും വിളിച്ചാൽ എം വി പെരിഹിലിയൻ ആർ മിനിമം, ഇവിടുത്തെ ആംഗുലാർ മൊമെന്റം ഈക്വൽ ടു എം വി അപ്ഹീലിയൻ ആർ മാക്സിമം, and that is equal to angular momentum L. ആ ആംഗുലാർ മൊമെന്റ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ വി പെരിഹിലിയൻ ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ എം ആർ മിനിമം. അതേപോലെ വി അപ്ഹീലിയൻ ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ എം ആർ മാക്സിമം. ഈ എനർജി കൺസർവേഷൻ പറഞ്ഞാൽ ടോട്ടൽ എനർജി ഇവിടുത്തെ അവിടുത്തെയും ഈക്വൽ ആയിരിക്കണം. അപ്പം ഹാഫ് എം വി പെരിഹിലിയൻ സ്ക്വയർ മൈനസ് ജി എം എം ബൈ ആർ മിനിമം should be equal to half m v aphelion squared minus gmm by r maximum. Conservation of energy. ഇതില് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവനിപ്പുറം കൊണ്ടുവരാം. ഹാഫ് എം വി പി സ്ക്വയർ മൈനസ് വി എ സ്ക്വയർ ഈക്വൽ ടു, ഓക്കെ, ജി എം എം ബൈ ആർ മിനിമം മൈനസ് ജി എം എം ബൈ ആർ മാക്സിമം. So that is half m into L square divided by m square r minimum squared minus L square divided by m r maximum, m square r maximum square equal to GMM into 1 by R minimum minus 1 by R maximum. Ready? ഇതില് ഒരു എം സ്ക്വയറുമായിട്ട് വെട്ടിപ്പോവും. പിന്നെ ബാക്കി ഉണ്ടാവുക എൽ സ്ക്വയർ ബൈ 2m പുറത്തുണ്ടാവും. 1 by R minimum squared
minus 1 by r maximum squared equal to gmm into 1 by r minimum minus 1 by r maximum. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പോലെ ഉണ്ട്. റെഡി? അപ്പൊ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി പോലെയാവും. 1 ബൈ ആർ മിനിമം മൈനസ് 1 ബൈ ആർ മാക്സിമം ഇൻറ്റു 1 by r minimum plus 1 by r maximum equal to gmm into 1 by r minimum minus 1 by r maximum. ഈ 1 by r minimum മൈനസ് ടേം ക്യാൻസൽ ആയി. സോ എൽ സ്ക്വയർ ബൈ 2m ഇൻറ്റു ഇവിടെ r minimum ഇൻറ്റു r maximum r maximum plus r minimum equal to gmm. നമ്മളോട് കാണാൻ ചോദിച്ചത്. അപ്പൊ എൽ സ്ക്വയർ ഈക്വൽ ടു 2m സ്ക്വയർഡ് g 2m സ്ക്വയർഡ് 2m സ്ക്വയർഡ് gm r minimum r maximum divided by r maximum plus r minimum. So L will be equal to root of 2gm squared m r minimum r maximum divided by r maximum plus r minimum. റൂട്ട് ഓഫ് എന്നുള്ളതിന് പകരം പവർ 2g m സ്ക്വയേർഡ് ക്യാപിറ്റൽ M r maximum r minimum divided by, yes, option will be B. Okay, option B ആയിരിക്കും ഇവിടെ. അപ്പൊ ഞാൻ നിങ്ങളോട് ചെയ്ത ഒരു കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് തീർത്തിട്ടേ മറ്റേലേക്ക് പോകുന്നൊന്നും വാശി പിടിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്നും പറഞ്ഞ് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ വിഷമമുള്ള ക്വസ്റ്റ്യനിൽ സ്റ്റക്കായി നിന്നിട്ട് കിട്ടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ എല്ലാവരും മിടുക്കന്മാരായിട്ട് ചെയ്യുക. ഓക്കെ, യെസ്, താങ്ക് യു.